കർഷക സമരത്തിനെക്കുറിച്ച്. അത് വലിയൊരു ആഹ്, ഉറപ്പാണ്. അതൊരു ആന്റി മോദി ഈ ഇലക്ഷന്റെ മുമ്പേ ഇവര് പടച്ചിറക്കിയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, ബില്ലുകള് രൂപീകരിക്കാന്നൊക്കെ മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് ഇവര് പെട്ടെന്നൊരു ലിസ്റ്റ് ഓഫ് ഡിമാൻഡ്സ്, അതും ഇന്ത്യയിലത്തെ കർഷകരുടെ 1% കർഷകരാണിപ്പത്. ഈ പഞ്ചാബിലും കുറച്ച് പേരും പണ്ടത്തെ ആ പുള്ളികളന്നെ, അവിടെ പണ്ട് കച്ചറയുണ്ടാക്കിയ പുള്ളികളന്നെ. അപ്പൊ ഇത് പുറമേന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളതിന് സംശയമില്ല. കാരണം അവരുടെ ഡിമാൻഡ്സ് നോക്കിക്കഴിഞ്ഞാ ഒരു രാജ്യവും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്. അതായത് ഇന്റർനാഷണൽ കരാറിന്ന് നമ്മൾ ഒഴിയണം, നമ്മൾ പുറമേ ഉള്ള ട്രേഡിംഗ് നിർത്തണം, മൻറേഗ കാശ് മുഴുവൻ ആം, അവർക്ക് കൊടുക്കണം, ആ, പിന്നെ അവർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ കർഷകരായിട്ട് പണിയെടുത്താലും ഇല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കൊടുക്കണം അത്ര. പിന്നെ മാത്രമല്ല, ആ, ഇന്ത്യ മുഴുവൻ ഒരു MSP അവര് ചോദിക്കുന്നു. അതിൻ്റെ കണക്കൂട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതിയിലും കൂടുതൽ നാഷണൽ ബഡ്ജറ്റ് അതിന് കൊടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും കാശുണ്ടാവില്ല, ഇവർക്ക് മാത്രം കൊടുക്കാൻ. പിന്നെ ഇവര് മറ്റേ ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കണം. പിന്നെ അവർക്ക് തോന്നിയ പോലെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉണ്ടാവുന്ന പൊല്യൂഷൻ അവർക്ക് അവർ കത്തിക്കാൻ പാടില്ല എന്നായിരുന്നു പണ്ടത്തെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻസ്. അത് അവർക്ക് അവരെ ചെയ്യാൻ സമ്മതിക്കണം. ഇത്തരത്തിലുള്ള തോന്നിവാസം എന്ന് പറയാൻ ഇരിക്കാൻ വയ്യ ഉള്ള ഡിമാൻഡ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഇത് അനുവദിക്കില്ല. അപ്പോൾ അത് എന്നിട്ട് പിന്നെ അതൊരു ഡിമാൻഡ്സ് ആയിട്ട് അവർ ഡൽഹി ചെലവാണ്. അപ്പോൾ ഡൽഹിയിൽ ഇവരെ കയറ്റില്ല എന്നാണ് ഇപ്പോൾ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുള്ളത്. എല്ലാ ബോർഡറും സീൽ ചെയ്ത് അവിടെ ഗ്യാസ് അടിക്കണ ഡ്രോണുകളടക്കം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി അവരുടെ തോന്നിയാസം നടക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. യൂണിയൻ മിനിസ്റ്റേഴ്സ് പറയണത് ഞങ്ങൾ അവിടേക്ക് പോയിട്ട് സംഭാഷണം ചെയ്യാമല്ലോ, എന്തിനാ ഇവരെല്ലാവരും കൂടിയിട്ട് ഡൽഹിയിലേക്ക് വരുന്നത്, അതും ട്രാക്ടറും മറ്റതും മറിച്ചൊക്കെ ആയിട്ട്. അപ്പോൾ ഈ തരത്തിലുള്ള സംഭവം എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി കയറിയിട്ട് MSP കൊടുക്കാം വാഗ്ദാനമൊക്കെ ചെയ്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ഖാലിസ്ഥാനി ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗാൻഡയാണ്. അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കർശനമായിട്ട് അവരെ അടിച്ചമർത്തി തന്നെ വേണം. ഇതിനൊന്നും ഒരു സിമ്പതി ഇല്ല അവിടെ. സോറി, കർശനമായിട്ട് അത് അടിച്ചമർത്തി തന്നെ വേണം. അല്ലെങ്കിൽ ഇതിപ്പോൾ അവരൊരു ടെസ്റ്റ് ഡോസാണ്. ഇത് കഴിഞ്ഞാൽ ഇനി വേറെയും ചില കാര്യങ്ങളായിട്ട് ഇവർ തുടങ്ങാൻ നോക്കും. അപ്പോൾ ഗവൺമെൻറ് അത് കൃത്യമായിട്ട് നോക്കണം. ഇനി നമ്മൾ മുമ്പേ ഈ ക്ലബ് ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഈ എലക്ഷനെ പ്രമാണിച്ചിട്ട് ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോന്ന്. ഈ ടൂൾ കിറ്റിന്ന് ഓരോന്ന് മിനുക്കി എടുക്കും അവർക്ക് പുതിയ ഐഡിയാസ് ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പഴയ തന്നെ ഒന്നും കൂടി ഒന്ന് മിനുക്കി വേറൊരു രൂപത്തിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് ചെയ്യേണ്ട വേറൊരു കാര്യം, ഈ മീഡിയനെ ഇതിനോട് അടുപ്പിക്കരുത്. ഈ ചുറ്റുവട്ടത്ത് അവരെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ സമ്മതിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയയാണ് ഇത് പെരുപ്പിക്കണത്, വലിയൊരു വിഷയമാക്കണത്. മീഡിയനെ അവിടുന്ന് ഒഴിവാക്കണം. ഇപ്പോൾ ഈ യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ കർഷക സമരങ്ങളാണല്ലോ നടക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ന്യൂസിൽ എന്തെങ്കിലും കേട്ടോ? ഒരു തലക്കെട്ട് ഒരു ദിവസം കേൾക്കും, വേണമെങ്കിൽ രണ്ടാം ദിവസം കേൾക്കും, അത് കഴിഞ്ഞാൽ അത് 3-ാം പേജ് 4-ാം പേജിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവിടെ ചെയ്യണം. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാ മീഡിയയ്ക്കും ഫുൾ ആക്സസ് കൊടുത്തിട്ട് അവരവിടെ പോയിട്ട് വേണ്ടാത്തത് വിളിച്ചു പറഞ്ഞിട്ട് ഇതിങ്ങനെ എല്ലാ ദിവസവും ചർച്ചയായിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ ഈ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം
ബാരിക്കേഡ് വെച്ചിട്ടും അതും ഇതും ചെയ്തിട്ട് കാര്യമില്ല. മീഡിയനെയാണ് ഒരു ബാരിക്കേഡ്. അപ്പം പത്രസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാലും പത്രസ്വാതന്ത്ര്യവും രാജ്യദ്രോഹവും തമ്മിൽ ഇപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കേണ്ടത് തന്നെയാണ് ഈ ഗവൺമെൻറ്. തന്ത്രപരമായിട്ട് അവരോട് പറയാം, ഇന്ന ഇതൊക്കെ ഡിസ്റ്റർബ്ഡ് ഏരിയയാണ്, അവിടേക്കൊന്നും കടക്കാൻ പറ്റില്ല. പണ്ട് കാശ്മീരും പല ഡിസ്റ്റർബ്ഡ് ഏരിയസിലൊന്നും മീഡിയനെ കടത്തിയിരുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനത്തെ സിവിൽ ഇഷ്യൂസ് വരുമ്പോൾ അവരെ ദൂരെ വെച്ചിട്ട് വെറും ദൂരദർശൻ്റെ ആൾക്കാർ മാത്രം ന്യൂസിന് വേണ്ടിയിട്ട് വിന്യസിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, നമ്മുടെ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് അതൊരു വലിയൊരു സംഭവം, അയ്യോ, അതെ അതെ, കോൺസ്പിറസി. വലിയ സംഭവം തന്നെയാണ്. അതിപ്പോ ഹുഡ, ഞാൻ പറഞ്ഞില്ല, ഹുഡ എന്ന് പറഞ്ഞ് മൂപ്പരാണ്, അവരുടെ ഫാമിലിയാണ് ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ കൂടുതൽ ഇറക്കുന്നത്. പിന്നെ സാമ്പറ്റൂടെ ഫണ്ട് ചെയ്യണു, CAA ഏജന്റ് ആയതുകൊണ്ട്. അതിന് എന്തായാലും ഒരു ഡെമോക്രാറ്റിക്കലി നമ്മൾ രക്ഷപ്പെടുത്താനോ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ഇലക്ഷൻ നടക്കുകയോ ചെയ്യുന്ന അവസരത്തെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളത് അമേരിക്ക സാധാരണഗതിയിൽ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു പുതുമയുള്ള കാര്യമൊന്നും നമുക്കും അറിയാം, അവരെ തന്നെ ചെയ്യാൻ മതി. MSP നമ്മളിപ്പോ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഏതാണ്ട് ഒരു MSP അറ്റ്ലീസ്റ്റ് ഒരു 1000% നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ആ MSP അവർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് കൂടാണ്ട് പിന്നെയും വണ്ടിക്കാരത് മുഴുവൻ ബാക്കി അതിന്റെ മലായ മുഴുവനും അടിച്ച് നക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അതാണെങ്കിലും ശരി, ഈ ഇപ്പോഴത്തെ ഈ പുതിയ സെറ്റപ്പിൽ അവരെല്ലാവരും വന്നിരിക്കുന്നത് MSP ഇത് ചെയ്യാനായിട്ടാണ്, ഒരു ലോ കൊണ്ടുവരാനാണ്. MSPക്ക് വേണ്ടി ലോ കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക്. എന്താ വെച്ചാല് അത് നടക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് മുഴുവൻ വാങ്ങേണ്ടി വരും. അപ്പൊ പ്രൊഡ്യൂസ് മുഴുവൻ ഒരു ലോയ്ക്ക് നമുക്ക് പകുതി, അതിനകത്ത് കാൽഭാഗം മുക്കാൽ ഭാഗം പകുതി ഭാഗം നമുക്ക് തിരിക്കാൻ പറ്റില്ല. സോ വൺസ് എ ലോ ഇസ് എ ലോ ആൻഡ് ദാറ്റ് ഷുഡ് ബി ജസ്റ്റ് ഫുള്ളി ഇംപ്ലിമെന്റഡ്. When you implement completely, then you will find that the entire produce have to be bought by the government itself, and from there they should have retailing facility. Again, it will go back to the mandi. Again, so double time the mandi people will be getting the benefit out of it. That is a part of it. അപ്പൊ അതുകൊണ്ട് അതെങ്ങനെ നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും നിയമം ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതും ഫ്ലെക്സിബിൾ ആണ്, അത് വരുന്നു. അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിന്റെ എമൗണ്ടിന്റെ 50% കൂടുതൽ കൊടുത്തിട്ടുള്ളതാണ് വാങ്ങണം എന്ന് പറഞ്ഞാണ് അവർ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരൊരു കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ അത് 15,000 രൂപയ്ക്ക് മേടിച്ചോളണം. അപ്പോ അത് ബർത്തിന് മാർക്കറ്റ് റേറ്റ് ഉണ്ടോ എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അത് കുറെ കാലമായിട്ട് ഗരീബി അടാവോ എന്നും പറഞ്ഞ് ഇവിടെ ഫുഡ് ബില്ലൊക്കെ കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയതാണ്. ആർക്കും അതുകൊണ്ട് ഒരു മണി അരി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ മെത്തേഡും വേറെ മാത്രമല്ല, they also know that അവർ അടുത്ത കാലത്തൊന്നും ഭരിക്കാൻ പോകുന്നില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ എന്ത് വേണേലും നമുക്ക് പ്രോമിസ് കൊടുക്കാറ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ വലിയൊരു ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല കോടതിയും നമുക്ക് അനുകൂലിക്കണം തോന്നില്ല. ബിക്കോസ് ചന്ദ്രചൂടാണ് ഇരിക്കുന്നത്. കഴിഞ്ഞോടത്തെ പോലെ അയാൾ 1.5 കൊല്ലം 2 കൊല്ലം വെച്ച് വേണമെങ്കിൽ ലാസ്റ്റ് അവസാനം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അയാളെ ഒരു ഓർഡർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പാരയെ പോകും. അതോടെ നമ്മുടെ ടോട്ടൽ കളക്ഷൻ വരുന്നത് എത്രയാണോ, എത്ര ലാക്ക് ഓഫ് ക്രോസ് ആണ് നമുക്ക് കളക്ഷൻ, നമുക്ക് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ടാക്സിൽ നിന്നൊക്കെ. അതിന്റെ ഓൾമോസ്റ്റ് സെയിം, ഓൾമോസ്റ്റ് 100% ഇത് പ്രൊക്യൂർമെന്റ് വേണ്ടി അത് കൊടുക്കേണ്ടി വരും. പിന്നെ അവസാനം വാടക കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ, ഇലക്ട്രിസിറ്റിയുടെ പേയ്മെന്റ് കെട്ടാൻ നമ്മുടെ ഉണ്ടാവില്ല. അപ്പൊ ഗവൺമെന്റ് പ്രോപ്പർ ആവും. ഗവൺമെന്റിന് മിലിറ്ററിക്ക് ചെലവാക്കാൻ കാശുണ്ടാവില്ല, ഒന്നിനും കാശുണ്ടാവില്ല. എല്ലാവരുടെ കൂടെ യുവന്മാര് കുറെ പേര് ശ്രമിച്ച് അവര് വയറ് വീർപ്പിച്ച് നടക്കുന്നു മാത്രമേ. അപ്പൊ അത് അവർക്കും അറിയാം, നമുക്കറിയാം. മാത്രമല്ല അവർ പറഞ്ഞ് 10,000 രൂപ വെച്ചിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് അവരുടെ അപ്പൊ 10,000 രൂപ വെച്ചിട്ട് പെൻഷനോട് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു, ഗോവിന്ദ ഇന്ന സംഭവം. അപ്പൊ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് അവര് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പൊ അതിന്റെ പേരിൽ ഇവരെല്ലാം തരാൻ സമ്മതിച്ചു, എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായിരിക്കുന്ന പപ്പു, ഒന്നും ചോദിച്ചാൽ കൊടുക്കാത്ത മോഡി എന്നുള്ളത് അവർ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്.
എത്ര കണ്ട് എത്തും നമുക്കറിയില്ല. ഏതായാലും നമ്മളും അതിന് തടയിട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇപ്പൊ അത് വയലന്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അല്ലെങ്കിലും വയലന്റ് ആവുമെന്ന് അറിയാം. ബിക്കോസ് അവർ കൊണ്ടുവന്നിരിക്കുന്ന ട്രാക്ടറുകളെല്ലാം ഒരുമാതിരി യുദ്ധത്തിന് പോകുന്ന പോലത്തുള്ള പരിപാടികളിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ജുഗാഡായിട്ടുള്ള ചില പണികൾ ജീവനാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ എഫക്റ്റും എഫേർട്ട്നെസ് ആയിട്ടുള്ള ഇതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും ഇതിപ്പോ അവര് പരമാവധി എന്താ പറയുക താങ്കുലായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ അവർ നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ബിക്കോസ് അവർ ദേ ആർ നോട്ട് ബോതർ അബൌട്ട് അവാർഡ്. ഇവിടെ അഞ്ചാമത്തെ എന്താണ് ലോകത്തിലെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിലെത്തുക, മൂന്നാമത്തെ സ്റ്റേജിലെത്തുക, അതൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് ഇവിടെ നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് തന്നെയാണ്. അത് തന്നെയാണെന്നുള്ളത് അത് ജനങ്ങളിലേക്ക് അത് നമ്മൾ എത്തിക്കാനായിട്ട് ഇനി എത്രയും വേഗം ശ്രമിക്കണം എന്നാണ് പറയാൻ. എന്നിട്ട് ഞാനിവര് ഡിമാൻഡ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. കുറെ നേരത്തെ കണ്ട ഒരു ലിങ്ക് ഇപ്പൊ കാണുന്നില്ല. പക്ഷെ അതിന്റെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ലീഗൽ മിനിമം ഗ്യാരണ്ടി MSP ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ സ്വാമിനാഥൻ കമ്മീഷൻ റെക്കമെൻഡേഷൻ, പിന്നെ ഫാർമേഴ്സിന് പെൻഷൻ, ഫാർമേഴ്സിനും പിന്നെ ജോലിക്കാർക്കും കൃഷിപ്പണിക്കാർക്കും പിന്നെ പെൻഷൻ വേണം, പിന്നെ കടം എഴുതി തള്ളണം, അതുപോലെ ഇവരുടെ വരുമാനം ഇരട്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യണം. പോലീസ് കേസുകളെല്ലാം പിൻവലിക്കണം. പിന്നെ ജസ്റ്റിസ് ഫോർ വിക്ടിംസ് എന്നൊക്കെ പറയുന്നുണ്ട്. ലാൻഡ് അക്വിസിഷൻ ആക്ട്, പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ പിന്മാറണം. മനസ്സിലായില്ലേ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ പിന്മാറണം. പിന്നെ അതുപോലെ കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒക്കെ നമ്മൾ യൂണിലാറ്ററൽ ആയിട്ട് പിന്മാറിക്കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണെന്നുള്ളത് ഒരുവിധം സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ പല വീഡിയോസ് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഈ ഖാലിസ്ഥാൻ ചായ, അത് പഞ്ചാബിലൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ട് ഖാലിസ്ഥാൻ കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ഈ കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ദൃഷ്ടാന്തമുള്ളവർക്ക് കാണുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാകുന്ന പോലെ ഇത് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവന്മാർ എന്തിനാണ് ചെയ്തതെന്നുള്ളത്. ഒരിക്കലും നടക്കാൻ കഴിയാത്ത കാര്യങ്ങള് ഇലക്ഷന്റെ സമയത്ത് കൊണ്ടുവന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടും അക്രമം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഇവന്മാർ ചെയ്യുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ ഫാർമേഴ്സ് പ്രൊട്ടക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഡിമാൻഡ് കാണുമ്പോൾ ഇവന്മാർ നമ്മള് ഇത് എങ്ങനെയാണ് അനലൈസ് ചെയ്തിട്ട് ഫാക്ട് പുറത്ത് കൊണ്ടുവരുന്നതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ കൃത്യമായിട്ട് വിശേഷിച്ച് ഈ കമ്മികൾ കൃത്യമായിട്ട് അതിനെ ഈ സംഖ്യകളൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു, ഇതാണ് അവരുടെ ആരോപണം എന്നൊക്കെ പറഞ്ഞുള്ളൊരു കൗണ്ടർ നെറേറ്റീവ് അവര് വളരെ പ്ലാൻഡ് ആയിട്ട് എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രമാത്രം ഡെസ്പെറേറ്റ് ആണ്, അത്രമാത്രം ഒരു വിഷമവൃത്തത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രൊപ്പഗണ്ട നടത്തുന്നതെന്ന് വേണം പറയാൻ. അല്ല, ഇവര് ഞാൻ വായിച്ചിട്ടുള്ള ഇത് പ്രകാശ് പറഞ്ഞ ഈ ഡിമാൻഡ്സ് ഉണ്ടല്ലോ, അതിൽ ഈ 10 ഡിമാൻഡ്സ് ആണ്. ആ 10 ഡിമാൻഡ്സിൽ അറ്റ്ലീസ്റ്റ് 8 ഇതുപോലെ നടക്കാത്ത അബ്സേർഡ് ഡിമാൻഡ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം വേറെ എന്തോ ആണ്. അല്ല, വേറെ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് ആൻറ്റി ഗവൺമെൻറ്, ആൻറ്റി മോദി ആൻഡ് ഈ ഇലക്ഷൻ ടൈമിൽ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. പ്ലസ് ഖാലിസ്ഥാൻ അത് ഒരു പോയിന്റ് ബോർഡറിൽ വെച്ചിട്ട് തന്നെ അവരെ നിർത്തി ഡൽഹിയിലേക്ക് കയറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ ദെൻ ആശ്വാസം ഉണ്ടാവും. പിന്നെ ആ മീഡിയനെ ഒന്ന് അവിടുന്ന് എല്ലായിടത്തും ഓടിക്കണം. ഈ മീഡിയയാണ് ഇവർക്ക് ഓക്സിജൻ കൊടുക്കണം. അത് ഒരു പോയിന്റ് എന്താ വെച്ചാല് ഈ ഭഗവത് സിംഗ് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള മാൻ നമ്മുടെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി അതിനിടയിൽ കയറി പറഞ്ഞത് अगर ऐसी हरकत शुरू करा तो आप ये भी सोचना कि वो हमारे पीछे से वो खालिस्तान भी आएगा, हम उसको भी मारना पड़ेगा എന്ന്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്യാണ്ട് ഇങ്ങനെ നിർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുറകിൽ കൂടെ ഖലിസ്ഥാന്റെ പ്രശ്നങ്ങൾ വരും, അതും നമ്മൾ കൊടുക്കേണ്ടി വരും ഖലിസ്ഥാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കൊടുക്കാൻ തയ്യാറായിട്ടാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ ആ കണ്ടീഷനാണ് ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്.